ഞാൻ 2-3 ദിവസം മുന്നും കൂടെ മാമിനെ പറ്റി ചിന്തിച്ചുള്ളൂ. എൻ്റെ കേക്കൊക്കെ കാണുമ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട്, എവിടുന്നാ പഠിച്ചേ ഗ്രീഷ്മ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ 2 മൂന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മാമിൻ്റെ അടുത്ത്. എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു വന്നിട്ട് പഠിച്ചിട്ടുണ്ട് 2 പേരൊക്കെ. അപ്പോൾ എന്താ ഭയങ്കര സന്തോഷമുണ്ട്. അന്ന് മാം പഠിപ്പിച്ച ഒരു ബേസിക്കാണ് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് നമ്മുടെ പൈനാപ്പിൾ കേക്ക് മാം പഠിപ്പിച്ച അതിപ്പോഴും എന്താ പറയുക, ഞാൻ എത്ര എണ്ണം ഞാൻ ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു 200 അല്ല, അത്രത്തോളം ഞാൻ പൈനാപ്പിൾ ഫ്രഷ് പൈനാപ്പിൾ എൻ്റെ പോയിട്ടുണ്ട്. മേടിച്ചവർ ഞാൻ തന്നെ പറയും, നിങ്ങൾ ഇനി വേറെ ഫ്ലേവർ മേടിക്കുക. അത്രയും രീതിയിലാണ് പൈനാപ്പിൾ. അതേപോലെ തന്നെ നമ്മൾ അസ്സലാമലൈക്കും. ഞാൻ സെക്കൻഡ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോഴും ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കുറച്ച് ക്ലാസ് ഉണ്ട്. അപ്പം ഇതിലും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത ഒരാളാണ്. പക്ഷേ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഗ്രൂപ്പിൽ വരുമ്പോൾ കേക്കിൻ്റെ ഒരു ABCD അറിയില്ലായിരുന്നു. എന്താണ് കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതമായിരുന്നു. മറ്റുള്ളവർ ഉണ്ടാക്കണേ കണ്ടു. പക്ഷേ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നു. കുറച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പേർട്ടാണ്, ഭയങ്കര പ്രൊഫഷണലായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ ആകെ 6 കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ട് പോലും ഞാൻ സെയിൽ ചെയ്യണം. അപ്പോൾ അത്ര രീതിയിൽ ആക്കിയെടുക്കണമെങ്കിൽ അതുപോലെ ക്ലാസ് കിട്ടിയിട്ടാണ്. അത്ര അടിപൊളി റെസിപ്പിയാണ്. കഴിച്ച ആളുകൾ പറയുന്നത് ഇത്രയും ടേസ്റ്റ് എവിടെയും കേക്ക് കഴിച്ചിട്ടില്ല. എല്ലാവരും ആക്കൊക്കെ കൊടുത്തവരെല്ലാം പറയുന്നത് ഇത്രയും നല്ല ടേസ്റ്റുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി, കേക്ക് ഇത്രയും ടേസ്റ്റിൽ കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പിയുടെ പ്രത്യേകതയുണ്ട്. അത്ര നല്ല വീഡിയോസ് ഇട്ടാണ് പഠിപ്പിക്കുന്നത്. അടിപൊളി ക്ലാസ്സാണ്. എന്ത് ഡൗട്ട് എപ്പോൾ ചോദിച്ചാലും മിസ് ക്ലിയർ ചെയ്ത് തരും. പിന്നെ എല്ലാം കൊണ്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു 1.5 മാസം എന്നുള്ളത് പെട്ടെന്ന് പോയത് തോന്നും. ക്ലാസ് കഴിയാറാകുമ്പോൾ നമുക്ക് വിഷമമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൽ കുറച്ചൊരു ഇൻട്രസ്റ്റ്, ഒരു 10% ഇൻട്രസ്റ്റ് ഉള്ളവരോട് പോലും പഠിക്കാൻ പറയാൻ ആഗ്രഹിക്കണം. കാരണം നമ്മൾ അത്രത്തോളം മാറ്റം വരും. മാഷാ അല്ലാ, ഞാൻ ആദ്യം പഠിച്ചത് നിങ്ങളെ ക്ലാസ് തന്നെയല്ലേ. ഫസ്റ്റ് അറ്റൻഡ് ആക്കിയതും എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വന്നതും മാഷാ അല്ലാ ഇപ്പം നല്ലൊരു ഫീൽഡിലേക്ക് എത്തിയാണ്. ഓർഡർ എടുക്കാൻ പഠിപ്പിച്ചതും സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞതും ഓർഡർ എടുത്തതും എല്ലാം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ഇറങ്ങിയ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ചാൻസും കിട്ടി. ഒരു കോളേജിലേക്ക് ഫുഡ് ഫെസ്റ്റിവലിന് ഗസ്റ്റായിട്ട് വിളിച്ചു. ഉണ്ടാക്കിയ കേക്ക് ആയിരുന്നാലും ബ്രൗണീസ് ആയിരുന്നാലും എല്ലാം മാമിൻ്റെ അതേ സ്റ്റെപ്പ് തന്നെ, നമ്മൾ അതേ ഇൻഗ്രീഡിയൻ അതേ ആ മെഷർമെൻറ്റ് തന്നെ ആയിട്ട് ഫോളോ ചെയ്ത് എല്ലാം പക്ക ആ ഒരു ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. എന്താ എല്ലാവരും പറഞ്ഞായിരുന്നു ബ്രൗണി കഴിച്ചിട്ടായിരുന്നാലും ശരിയാണ്, അല്ല പുറത്തുനിന്ന് എങ്ങനെയാണോ മേടിക്കുന്നത് അതേപോലെ തന്നെ ഒന്ന് അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം. മാമിന് ഇനി ഒരുപാട് അല്ലാതെ അനുഗ്രഹം ഉണ്ടാവട്ടെ മാമിന്. ഒരുപാട് സ്റ്റുഡൻസിന് ഇനിയും കിട്ടട്ടെ. എനിക്ക് മനസ്സിലാവുന്നില്ല. മാം വന്ന് റെക്കോർഡ് ക്ലാസ്സാണ്, വാട്സപ്പിലെ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ ഇത് ചെയ്യും. ഞാൻ കേക്ക് ആക്കുന്ന ഒരാളാണ്, ബേക്ക് ചെയ്യുന്നതാണ് 2 വർഷമായിട്ട്. ഇപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തിട്ടില്ല, ചെറിയ മോളുണ്ട്, അതുകൊണ്ട് ഒരു ഗ്യാപ്പ് എടുത്തിട്ടില്ല. നല്ല രീതിയിൽ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ കുഞ്ഞിനെ വെച്ച് പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ചെയ്യാതെ ഒരു സത്യം പറഞ്ഞ ഒരു മടി പിടിച്ചപ്പോൾ അതിനോടൊരു താല്പര്യം പോയിട്ടുണ്ട്. പക്ഷേ മാമിൻ്റെ ക്ലാസ്സൊക്കെ കാണുമ്പോൾ ഒന്നുകൂടി ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്താലും വിചാരിക്കും. നല്ല ആഗ്രഹമുണ്ട് ആക്കി നോക്കാൻ. പക്ഷേ സാധനമില്ല, പ്രധാനമായിട്ട് വേണ്ട ചോക്ലേറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. പറ്റുമെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇൻഷാ അല്ലാഹ് ടൗണിൽ പോയിട്ട് വാങ്ങണമെന്ന് വിചാരിക്കും. ഞാൻ ഒരു ഉള്ള ഏരിയയിലാണ്, ടൗൺ അടുത്തൊന്നുമില്ല. അപ്പം പോകണമെങ്കിൽ തളിപ്പറമ്പ് പയ്യന്നൂർ അങ്ങനെ പോകണം. അപ്പോൾ നല്ല റിസ്ക് കൊണ്ടാണ് ഞാനിപ്പോൾ പോകാത്തത്. പക്ഷേ മാഷാ അല്ലാഹ് നല്ല രീതിക്ക് ക്ലാസ് മനസ്സിലാണ്ട്. ഇതാണ് ഉപകാരം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. മാം അന്ന് ഇങ്ങനെയുള്ള ക്ലാസ്സാണെന്ന് പറഞ്ഞപ്പോൾ, അതായത് വാട്സപ്പിലൂടെ വീഡിയോസാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് എങ്ങനെ മനസ്സിലാവാനാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മാം അന്ന് ഇത് ലൈവ് ക്ലാസ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് പിന്നീട് അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ എഴുതി വെച്ചാലും ചെറിയ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടാവും. ഈ വീഡിയോസ് ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ ഡൗട്ട് വരുമ്പോൾ പിന്നീട് നമുക്ക് ഉപകരിക്കും. മാഷാ അല്ലാഹ് നല്ല ക്ലാസ്സാണ്. ഇനിയും ഒരുപാട് അറിവുകൾ കിട്ടാൻ ആഗ്രഹമുണ്ട്. 2 ക്ലാസ് നല്ല ക്ലാസ്സായിരുന്നു. നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നല്ല ക്ലാസ്സാണ്. ഞാൻ ഇത് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത്, കുറച്ചുകൂടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോഴാണ് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലായി. ഇനിയും ക്ലാസ് ഉണ്ടല്ലോ, ഇനിയും കഴിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. മാഷാ അല്ലാ, ഞാൻ ഉണ്ടാക്കിയ കുക്കീസൊക്കെ അടിപൊളിയാണ്. ഞാൻ ബേക്കറിയിൽ നിന്ന് അങ്ങനെ വാങ്ങാത്ത ഒരാളാണ്. എനിക്ക് അത്രയുള്ള താല്പര്യമില്ലാത്തതാണ് കുക്കീസെല്ലാം വാങ്ങി കഴിക്കാൻ. പക്ഷേ എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ അൽഹംദുലില്ലാഹ് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കാനും ഈസിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. മാഷാ അല്ലാ, ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമലൈക്കും. ഞാൻ ലേറ്റ് ആയി പോയി മെസ്സേജ് അയക്കാൻ. ഇപ്പം കഴിച്ച് കഴിഞ്ഞ ഡബ്ബ എടുത്ത് വെക്കുന്ന സമയം എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ. സൂപ്പർ ആയിരുന്നു, ഒന്നും പറയാനില്ല. എന്താ പറയുക, ടേസ്റ്റ് ഇപ്പോഴും വായിന്ന് പോയിട്ടില്ല. നല്ല എന്താ പറയുക, ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കഴിക്കുന്നത്. അപ്പോൾ ശരിക്കും ആ മറ്റേ ആ വൈറ്റ് കളർ ബിസ്ക്കറ്റിന് ശരിക്കും അതിൻ്റെ ടേസ്റ്റും എല്ലാവരും സൂപ്പർ ആയിരുന്നു, വാക്കുകളില്ല പറയാം.